ഹലോ, ഞാൻ സുലു. ഇന്ന് ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അങ്ങനെ പുതിയൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. വീഡിയോ കുറച്ച് ഡിലേ ആയിപ്പോയി. കഴിഞ്ഞ ആഴ്ചയൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല, കുറച്ച് തിരക്കുകളായിപ്പോയി. അതുകൊണ്ട് തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കുറച്ച് ബഡൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. കാരണം ഇടയ്ക്കൊരു ഡിലേ വന്നപ്പോഴേക്കും ഇതെല്ലാം വിരിഞ്ഞു പോയി. പിങ്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്ലവറാണ് ഈ ഡെൻഡ്രോബിയത്തിൻ്റെ വൈറ്റ് പിങ്ക് എന്ന് പറയുന്ന ഡെൻഡ്രോബിയം വെറൈറ്റി. അതായത് ബേബി പിങ്ക്, ലൈറ്റ് ഷെയ്ഡുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണിത്. ഡബിൾ ഷെയ്ഡായിട്ട് വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണിത്. ഇതിൻ്റെ തന്നെ ഒരുപാട് ഡാർക്ക് വെറൈറ്റീസും ഒക്കെ കാണാറുണ്ട്. ഇത് വളരെ ലൈറ്റായിട്ടുള്ള പിങ്ക് ഷെയ്ഡായിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. സാധാ ഡെൻഡ്രോബിയം പോലെ തന്നെ നോർമൽ കെയറിംഗ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണിത്. ഈ ഡെൻഡ്രോബിയം പ്ലാന്റ്സിൻ്റെ റീപോർട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. പുതുതായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നമ്മുടെ ഈ ചാനലിലൂടെ പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ടിപ്സ്, സെയിൽ, അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. പുതുതായിട്ടുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റീസ് വിരിയുന്നതനുസരിച്ചാണല്ലോ വീഡിയോ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി വിരിഞ്ഞപ്പോഴാണ് ഇത് ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്പർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു വെറൈറ്റീസ് മാത്രമല്ല, വേറെയും കുറച്ച് വെറൈറ്റീസൊക്കെ ഫ്ലവർ വന്നതുണ്ട്. അപ്പോൾ ഡെൻഡ്രോബിയം പ്ലാന്റ്സും അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെ ഏത് വെറൈറ്റീസും ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. നോർമൽ സാധാ ഡെൻഡ്രോബിയം പോലത്തെ ഇലകളും അങ്ങനത്തെ ഉള്ള ചെടി തന്നെയാണ് ഇതും തന്നെ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്, നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് ചെറിയൊരു പോട്ടി വെച്ചിരിക്കുന്നുണ്ട്, ഒരുപാട് ബുഷായിട്ട് വളർന്നു തുടങ്ങിയിട്ടില്ല. നമ്മളിത് റീപോർട്ട് ചെയ്ത് കുറച്ചും കൂടെ വലിയ പോട്ടിൽ വെച്ച് വളർത്തുമ്പോൾ നല്ലോണം ബുഷായിട്ട് ചെടി വളർന്നു കിട്ടുന്നതാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് ഈ പോട്ടോട് കൂടി തുറക്കക്കാർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ പോട്ട് മാറ്റി നമ്മൾ കൊറിയർ കുറച്ച് വെയിറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോട്ട് മാറ്റിയിട്ട് അങ്ങനെ നമ്മൾ അയക്കുന്നത്. എങ്ങനെയായാലും നമ്മൾ പ്ലാന്റ് നമ്മൾ ഫ്ലവറോട് കൂടി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് അല്ലാതെ തന്നെ കുറച്ച് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സെയിൽ ചെയ്ത പ്ലാന്റ്സൊക്കെ കിട്ടിയവർക്ക് പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ബെറ്റി റോസ് കുറച്ച് ഒരുപാട് എൻക്വയറി ആയിരുന്നു. നമ്മുടെ ബെറ്റി റോസ് പ്ലാന്റ്സ് തീർന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത മാസം വീണ്ടും നമ്മളത് വരുത്തുന്നതാണ്. അപ്പോൾ ബെറ്റി റോസ് അന്വേഷിച്ചവർക്ക് ഉറപ്പായിട്ട് നമ്മൾ അടുത്ത മാസം നമ്മൾ പ്ലാന്റ്സ് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം മെച്യൂർ പ്ലാന്റ്സ്, സീഡ്ലിങ്സ്, ഓർക്കിഡിൻ്റെ ഏതൊരു വെറൈറ്റീസും ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്